മക്കളെ, അപ്പൊ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലകാരങ്ങളെ കുറിച്ചിട്ടാണ്. ലകാരങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വിഷമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ലകാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ലകാരങ്ങൾ പെട്ടെന്ന് മൈൻഡിലേക്ക് വരൂ. നമ്മളൊരു കോഡൊക്കെ വെച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് ലട്ടാണ്. ലട്ട് എന്താണ്? ലട്ട് എന്ന് പറയുന്നത് ലട്ട് പി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ലട്ട് പി എന്നുള്ള ഭാഗമാണ് നിങ്ങൾ ആദ്യം ആലോചിച്ച് വെക്കേണ്ട കാര്യം. ലട്ട് പി എന്ന് പറയുന്നു. ലട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ആണ്. ലട്ട് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ് എന്നുള്ള കാര്യം, അഥവാ വർത്തമാനം എന്ന് ആലോചിച്ച് വെക്കുക. ലട്ട് എന്ന് പറയുന്നത് അത് പ്രസന്റ് ആണ്, അത് വർത്തമാനകാലമാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഇതില് പടതി, ലിഖതി, ഗച്ഛതി, വദതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. പടതി, ഇവിടെയൊക്കെ ലെട്ടില് പ്രസന്റിൽ നമ്മൾ എന്തായിരിക്കും? തീ ആയിരിക്കും, മാസായിരിക്കും, പൊളിയായിരിക്കും. ഒറ്റൊരു വാക്ക് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പ്രസന്റില് തീയാണ്, ഇപ്പം സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ്? വളരെയധികം പൊളിയാണ്, മാസാണ്, തീയാണ്. ഓക്കെ, അതിൽ തീ എന്നുള്ള വാക്ക് നമ്മൾ തീ എന്ന് ആലോചിക്കുക. തീ, ഫയർ അല്ലെ. അപ്പൊ ഫയർ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. പ്രസന്റിൽ നമ്മൾ ഫയർ ആണ്, അപ്പൊ തീയാണ് എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. ഇപ്പൊ പ്രസന്റ് ലട്ടില് നമ്മൾ എന്താണ്? തീയാണ്. ഓക്കെ അല്ലെ, ഫയർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പടതി, ലിഖതി, വദതി ഒക്കെ തീയിൽ അവസാനിക്കുന്നതാണ് ലട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലങ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണ് കേട്ടോ. ലങ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കുരുത്തകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? പാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ മറ്റുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ, നീ പണ്ട് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതും ഇതും പറയും എന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ്? ലങ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പൊ ലങ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ അത് കഴിഞ്ഞു പോയതാണ്, അഥവാ ഭൂതകാലമാണ്. ഭൂതകാലമാണ് എന്ന് ആലോചിക്കുക. പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ പാസ്റ്റില് കഴിഞ്ഞു പോയ കാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അതും ഇതൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് നടക്കും. അതും ഇതും എന്നുള്ളതിൽ നമ്മൾ അത് എന്നുള്ള വാക്കാണ് എടുക്കുന്നത്. ആ ത്, മനസ്സിലായല്ലോ? ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ലങ് എന്ന് പറയുന്നത് പി എ ആണ്, ലങ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ലങ്ങില് പാസ്റ്റ് ആണ്. അതില് അതും ഇതും പറയും. ഓക്കെ, അപ്പൊ അതിലുള്ള ആ എന്നുള്ള വാക്കും ത് എന്നുള്ള വാക്കും നിങ്ങൾ ആലോചിച്ച് വെക്കുക. എന്താണോ വരുന്നത്? അഭവത്. ഭവതി എന്നാണെങ്കിൽ അഭവത് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റായി. അലിഖത്, അവതത്, അഘാതത്. മനസ്സിലായല്ലോ? അതും ഇതും എന്ന് മനസ്സിലാക്കുക. ലങ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, ഭൂതകാലമാണ്. അതും ഇതും പറയുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. അഭവത്, അലിഖത്, അവതത്, അഘാതത് എന്നൊക്കെ പറയുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്നത് ലോട്ട് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ലോട്ട് എന്ന് പറയുന്നത് ആജ്ഞയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നമ്മളിങ്ങനെ ലോട്ട് എടുക്കുന്നു, അത് ആലോചിക്കുക. ലോട്ട് ഇങ്ങനെ എടുക്കുന്നു. ലോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? കുറിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് നേർക്കൊക്കെ ഇടും, പോലീസും കള്ളനും കളിക്കുമ്പോഴൊക്കെ. അതുപോലെ ഇങ്ങനെ ലോട്ട് എടുക്കുന്നു. അതിൽ നിന്നൊരു കാര്യം, ഒരു ആജ്ഞാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് എടുക്കുന്നു. നമ്മളോട് ഒരു കാര്യം പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല ആദ്യം പറയാം അല്ലേ? ഒന്ന് കടയിൽ പോയി വരുമോ? ഇല്ല, പറ്റില്ല. പോകാന്ന് പറയുമോ? ഇല്ല. അപ്പൊ ആ ഒരു രീതിയിലാണല്ലോ നമ്മുടെ ഒരു പോക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആജ്ഞാപിക്കുന്ന സമയത്ത് ഒരു കാര്യം ലോട്ട് എടുക്കുന്നു, ഒന്ന് ആജ്ഞാപിക്കുന്നു എന്നുള്ള കാര്യം മൈൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ആജ്ഞാപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പറ്റില്ല, തു, എന്നെ കൊണ്ട് പറ്റില്ല, തു എന്ന് ആലോചിക്കുക. അപ്പോൾ തു എന്ന് വരുന്നതാണ്, തൂവിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ആജ്ഞ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? തൂവിൽ അവസാനിക്കുന്നതാണ് ആജ്ഞ എന്ന് പറയുന്നത്, തു വെച്ച് തുടങ്ങുന്നത്. അപ്പൊ ഭവതു, പടതു, ലിഖതു, വധതു, ക്രീഡത്തി എന്നാണ് ഉള്ളത് അല്ലെ. അപ്പൊ ക്രീഡത്തു ആണ് കേട്ടോ. ക്രീഡത്തു, യെസ്.
ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. ഇനി ലിട്ട് എന്ന് പറയുന്നത്, ലിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മക്കളെ, അത് ഒരു വിഷമം പിടിച്ച കാലമാണ്. ലിട്ട് എന്ന് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലേ? അപ്പൊ അതൊരു ഭവിഷ്യകാലമാണ്. ഭവിഷ്യം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഫ്യൂച്ചറാണ് കേട്ടോ, ഫ്യൂച്ചറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫ്യൂച്ചർ. അപ്പൊ ഭവിഷ്യകാലത്തില് ഫ്യൂച്ചറിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ലിട്ട് എന്ന് പറയുമ്പോൾ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടായതും കൊണ്ട് ഫ്യൂച്ചറിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ആലോചിച്ച് വെക്കുക, അതൊരു കോഡാക്കി വെക്കുക. ഭവിഷ്യകാലത്തില് ലിട്ട് എന്ന് പറയുന്നത് ഭവിഷ്യകാലമാണ് എന്നുള്ള കാര്യം. അതില് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ ഒരു മൈൻഡിലേക്ക് വെക്കുക. വരുന്നതാണ്, എന്നുള്ള വാക്ക് വരുന്നതാണ്. ശതി എന്നൊക്കെ വരും. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഫ്യൂച്ചറിലേക്ക് വരേണ്ടത്. അപ്പൊ പഠിഷ്യതി, വദിഷ്യതി, ഗമിഷ്യതി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫ്യൂച്ചറിലെ ഒരുപാട് വിഷമം പിടിച്ച ഒരു വാക്കാണ് ലിട്ട് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ വിഷമം പിടിച്ചത് ലിട്ടാണ്. അതെന്താണ്, ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും നമ്മൾ എന്ന് ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം, ആ ഒരു കോഡ് നിങ്ങൾ മൈൻഡിലേക്ക് സെറ്റാക്കി വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 ലകാരങ്ങളാണ്, ലോട്ട്, ലങ്, ലിട്ട് അല്ലെ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇതോടെ ഒന്ന് നോക്കി വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ലോട്ടില് ചില സമയത്ത് നിങ്ങൾക്ക് തരുന്നത് പഠ, ലിഖ എന്നുള്ള വാക്കായിരിക്കും. തൂ എന്നുണ്ടാവത്തില്ല. അങ്ങനെയും ലോട്ടിലേക്ക് എഴുതാം കേട്ടോ. 2 രീതിയിലും എഴുതാം, പ്രശ്നമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലോട്ടിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരുവാണെങ്കിൽ മക്കൾ എങ്ങനെയാണ് തരിക എന്നുള്ളത് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. യെസ്, ഏതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന എക്സാമ്പിൾ? നിങ്ങൾക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന്? ലങ് ലകാരെ പരിവർത്തനം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ലങ് ലകാരത്തിലേക്ക് പരിവർത്തനം ചെയ്യുക. പുത്രസ്യ പഠന വൈമുഖ്യം മാതാ അധ്യാപകം വദതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പുത്രസ്യ പഠന വൈമുഖ്യം മാതാ അധ്യാപകം വദതി എന്നാണ്. ഇവിടെ വദതി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വദതി എന്നുള്ളത് ലങ്ങിലേക്ക് മാറ്റാൻ, ലങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി എ ആണ് അല്ലെ. പി എ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. പാസ്റ്റിൽ അതും ഇതും പറയും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അപ്പൊ വദതി എന്നുള്ളത് എന്താവും, അവധത് എന്നായി മാറും. മനസ്സിലായല്ലോ മക്കളെ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇനി അടുത്തത് എന്താണ്, പഠതി എന്നുള്ളത് ലോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? പഠതി എന്നാണ് നിങ്ങൾക്ക് എക്സാമിന് തരുന്നതെങ്കിൽ പഠതി എന്നുള്ളത് ലോട്ടിലേക്ക് ആക്കാനാണ് പറയുന്നത്. ലോട്ട്, പഠതി എന്നുള്ളതിന്റെ ലോട്ട് എന്താണ്? ലോട്ട് എടുക്കുന്നോ നമ്മൾ എന്ത് പറയുന്നു? പറ്റില്ല എന്ന് പറയുന്നു, തു അല്ലേ. അപ്പൊ എന്താണ് ലോട്ട് എന്ന് പറയുമ്പോൾ പടതു. മനസ്സിലായല്ലോ? കറക്റ്റ് അല്ലേ? ഈ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം നിങ്ങൾ ലകാരങ്ങളിലെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലകാരങ്ങളിലുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ബൈ.